ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നലെ ഞാനും പിള്ളേരും കൂടെ എൻ്റെ വീട്ടിൽ വന്നായിരുന്നേ. അപ്പോൾ വിചാരിച്ചു ഇവിടുത്തെ വിശേഷങ്ങൾ നിങ്ങളും കൂടെ കാണിക്കാമെന്ന്. ഞങ്ങളെല്ലാവരും കൂടെ പള്ളിയിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണേ. നേരത്തെ തന്നെ പിള്ളേരെല്ലാവരും കൂടെ റെഡിയായി റോഡിലിറങ്ങി. പക്ഷെ നമ്മൾ റെഡിയായി കഴിഞ്ഞില്ല. അപ്പോൾ ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ടുള്ള നിൽപ്പാണ് അവർ. ഞങ്ങൾ എല്ലാവരും കൂടെ 2 ടൂ വീലറിലായിട്ടാണ് പോകുന്നത്. ഇതാണ് എൻ്റെ വീട്. ഈ മതിലിനകത്തിട്ട് എൻ്റെ വണ്ടി വളച്ചെടുക്കണത് എനിക്ക് പ്രയാസപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഞാൻ നോക്കിയിട്ട് പറ്റാഞ്ഞിട്ട് അപ്പൂസ് നോക്കി. അപ്പൂസിനും പറ്റാഞ്ഞിട്ട് കുക്കുചേട്ടൻ തന്നെ എടുത്ത് പുറത്ത് വെച്ച് തന്നു. അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തി. ഇതാണ് ഞങ്ങളെ പള്ളി. ഇവിടെ വെച്ചാണ് എൻ്റെ കല്യാണമൊക്കെ നടന്നത്. പള്ളിയിൽ കുർബാനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും അമ്മയും വീടെത്തി. എന്താണെന്നറിയില്ല, ഞായറാഴ്ച ദിവസം ആകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര വിശപ്പാണ്. അതുകൊണ്ട് പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കണം അത്ര പോസിബിളായിട്ടുള്ള കാര്യമല്ല. അങ്ങനെ കുക്കുചേട്ടനും പൊന്നും കൂടെ പോയി ഫുഡ് വാങ്ങിച്ചിട്ട് വന്നു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയും കടലക്കറിയായിരുന്നു. ഞങ്ങളിവിടെ പിള്ളേർക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. ആദ്യം കാണുമ്പോൾ 4 പേരും ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ 4 എണ്ണം കൂടെ ഭയങ്കര അടിയായി, ബഹളമായി, വഴക്കായി, പിന്നെ തമ്മിത്തല്ലായി, കരച്ചിലായി, ബഹളമായി. അങ്ങനെ ഒരു കലഹം കഴിഞ്ഞിട്ടുള്ള ഇരിപ്പാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ അടുക്കളയിൽ വന്നു. ഞങ്ങൾ 3 പേരും, അമ്മയും ഞാനും പൊന്നും കൂടെ അടുക്കളയിൽ കയറി. ഇന്നത്തെ സ്പെഷ്യൽ ചിക്കനാണ്. ചിക്കൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അമ്മ അതിൻ്റെ ഇടയ്ക്ക് അവിയൽ വെക്കുകയാണ്. അവിയൽ വെക്കണത് അമ്മച്ചിക്ക് ഫുഡ് കൊണ്ട് കൊടുക്കണം. അപ്പോൾ അമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടം അവിയലാണ് ആയതുകൊണ്ട് അമ്മച്ചിക്ക് അവിയൽ വെക്കാൻ വേണ്ടിയിട്ട് അമ്മ അതിനെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് അപ്പൂസ് പുറത്ത് പോയി ഒരു പേരയ്ക്കൊക്കെ അടത്തിയിട്ട് വന്നിട്ട് അതിനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന് ഉപ്പും മുളക് പൊടിയും പേരയ്ക്കായിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളോട് വന്ന് പറഞ്ഞാൽ അതൊന്ന് കട്ട് ചെയ്ത് ശരിയാക്കി തരാം. അപ്പോൾ ജോലി തിരക്കായതുകൊണ്ട് കുറച്ച് കഴിയട്ടേടെ അവിടെ വയ്ക്കാൻ പറഞ്ഞിട്ട് അവൻ കേട്ടില്ല. പിന്നെ അവൻ തന്നെ സ്വന്തമായിട്ട് അത് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 2.5-3 മണിക്കൂറിന് ശേഷം ഞങ്ങൾ അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഫുഡ് കഴിക്കാനുള്ള സമയമായിരിക്കണം. അങ്ങനെ ചേട്ടനെ കാണാത്തതുകൊണ്ട് വിളിച്ചപ്പോൾ ചേട്ടൻ സിറ്റി വരെ പോയേക്കുമായിരുന്നു. അങ്ങനെ ചേട്ടനെ വിളിച്ചപ്പോൾ ഒരു 2 മണിക്കൂറിന് ശേഷം എത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങളോട് കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ എടുത്തു. ചോറും ചിക്കനും കപ്പയും അച്ചാറുമാണ് ഞാൻ എടുത്തത്. എന്താണെന്നറിയില്ല, ഇന്ന് നല്ല വിശപ്പും ഉണ്ടായിരുന്നു, നല്ല ഫുഡിന് സ്വാദും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആസ്വദിച്ച് കഴിച്ചു. സ്ഥലത്തിൻ്റെ പരിമിതി കാരണം അപ്പൂസും അമ്മയും ആദ്യം തറയിലാണ് ഇരുന്നത്. അമ്മയുടെ അടുത്ത് ഉയരെ വന്നിരിക്കാൻ പറഞ്ഞിട്ട് അമ്മയ്ക്ക് എപ്പോഴും തറയിലിരുന്ന് ഇങ്ങനെ കാലൊക്കെ നീട്ടിയിട്ട് കഴിക്കണതാണ് അമ്മയ്ക്ക് ഇഷ്ടം. ഞങ്ങളൊരു സിനിമയും കണ്ടിട്ടാണ് ഫുഡ് കഴിക്കണത്. ഫുഡ് കഴിച്ചു കഴിഞ്ഞവരൊക്കെ ഓരോ ജോലികൾക്കായിട്ട് പോയി. പിള്ളേരെല്ലാം കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയി. അങ്ങനെ നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ ടി വി ഒക്കെ കണ്ടിരുന്ന സമയത്ത് അപ്പൂസ് എന്തോ സാധനം എടുത്തിട്ട് വന്നിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്. അവൻ എന്തോ കീ ചെയിൻ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട്. ഇതാണ് അവൻ ഉണ്ടാക്കിയ കീ ചെയിൻ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ വന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇതാണ് അപ്പൂസ് ഉണ്ടാക്കിയ കീ ചെയിൻ. അതെന്തോ സാധനം എന്ന് അറിഞ്ഞൂടാ. കുറേ മണ്ണൊക്കെ ദേഹത്ത് ആക്കിയിട്ടാണ് വന്നത്. അത് പൊടി പോലെ പൊടിഞ്ഞ് ഇളകണുണ്ട്. ഏകദേശം ഒരു 4-4:30 ആയപ്പോഴേക്കും ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. ഞങ്ങളിവിടെ നിന്ന് ഒരു 10 മിനിറ്റത്തെ യാത്രയേ ഉള്ളൂ വീട്ടിലോട്ട് എത്താൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ടാറ്റ ബൈ ബൈ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.